അത് അങ്ങനെ കഴിഞ്ഞു. പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും മണികണ്ഠനും വിജേഷും വടിവാൾ സലീമും പ്രദീപും അടങ്ങുന്ന 6 ക്രിമിനൽ സംഘം മാത്രം തീരുമാനിച്ച് മാത്രമായി നടപ്പിലാക്കി, മാത്രമായി മുങ്ങി, മാത്രമായി ലക്ഷങ്ങൾ മുടക്കി കേസ് നടത്തി, മാത്രമായി ശിക്ഷിക്കപ്പെട്ട, അതും നിയമം അനുശാസിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ നേടി വിജയിച്ച ആ കേസിന്റെ ശിക്ഷാവിധി നമ്മൾ കേട്ടു. ഇതാണ് വിധി, ഇതാണ് നമ്മുടെ വിധി, അല്ലെങ്കിൽ ഞങ്ങളുടെ വിധി. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്കകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. ചർച്ചയിൽ നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ, അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കരൻ, അഡ്വക്കേറ്റ് ഷാരി വിശ്വനാഥ്, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ഡോക്ടർ മാളവിക ബിന്നി എന്നിവർ തത്സമയം നമ്മളോടൊപ്പം ചേരും. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി കെ ശൈലജയിലേക്കാണ് ആദ്യം. ടീച്ചർ, ഈ വിധി എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോൾ 8.5 വർഷക്കാലം നീണ്ട ഒരു വലിയ പോരാട്ടം ഒരുമിച്ച് നടത്തുന്നു എന്നൊരു മനസ്ഥിതിയിലാണ് ഇതിന്റെ വിധി കാത്തിരുന്നത്. ഇന്ന് ആ ശിക്ഷാവിധി കൂടി വരുമ്പോൾ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയുമായി പ്രതികൾ ഏറെക്കുറെ വിജയിച്ചു എന്നാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ എൻറ്റയർ എപ്പിസോഡിനെ ടീച്ചർ നോക്കിക്കാണുന്നത്? എനിക്ക് കേൾക്കാം ടീച്ചർ. ഈ യാത്രയായതുകൊണ്ട് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത്? ഇത് വളരെ നിരാശാജനകം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കോടതി എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഗ്രൗണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ നമ്മളെല്ലാം വല്ലാതെ വേദനിച്ച് ഞെട്ടിപ്പോയൊരു കേസാണ്. ഒരു പെൺകുട്ടിയെ കാറിൽ ഇത്രയും പേർ ഒരുമിച്ച് ചേർന്ന് ഡൽഹിയിലെ നിർഭയ കേസിന് സമാനമായിട്ടുള്ള ആക്രമണമാണ്. പക്ഷെ അത്രത്തോളം പരിക്ക് കുട്ടിക്ക് സംഭവിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഭാഗ്യം. പക്ഷേ അതിനുള്ള ഉദ്യമമായിരുന്നല്ലോ നടന്നിരുന്നത്. അപ്പൊ അത്രയും ഹീനമായിട്ടുള്ള ഒരു കേസിൽ ഈ സമൂഹത്തിന് വേണ്ടി തന്നെയാണല്ലോ വിധി പ്രഖ്യാപിക്കേണ്ടത്, അല്ലാതാവുന്നില്ല. കാരണം സമൂഹത്തിനൊരു പാഠായിരിക്കണം ഇത്തരം അതിക്രമങ്ങളുടെ കേസുകളിലെ വിധി എന്നുള്ളതാണ്. നമുക്കിപ്പോ കോടതി വിധിയെ ഏറെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. എന്താണ് അതിന്റെ ഗ്രൗണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആലോചിച്ചിട്ട് പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി ശക്തമായിട്ടുള്ള, നാളെ ഇത്തരം അതിക്രമങ്ങൾ നടത്താൻ പുറപ്പെടുന്ന ക്രിമിനലുകൾക്കുള്ള ഒരു പാഠമായിട്ടുള്ളൊരു വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം ആ പെൺകുട്ടിയെ അനുഭവിച്ച വേദന നമുക്കെല്ലാം അറിയുന്നതാണ്. അവൾ വളരെ ബോൾഡായി ഈ കാര്യം വിളിച്ചത് പറയാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് ഈ അതിക്രമത്തെക്കുറിച്ച് ജനം അറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തക്ക ഒരു നീതി ലഭ്യമാകേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു തൃപ്തികരമായ വിധിയല്ല ഉണ്ടായിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി കെ ശൈലജ ടീച്ചർ ഞങ്ങളോട് സംസാരിച്ചതിന്. നിരാശാജനകം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് ടീച്ചറുടെ പ്രതികരണം. അഡ്വക്കേറ്റ് എ ജയശങ്കർ, അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞൊരു കാര്യം, ഈ പാസ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ 3.5 വർഷമായി ഞാൻ അവിടെ നീറി കഴിഞ്ഞത് എന്നുള്ളതാണ്. ഒരു പ്രോസിക്യൂഷന്റെ പ്രതികരണമാണ്. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷന് കൃത്യമായി കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല, ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലും പറയാവുന്നതിന്റെ പരമാവധി പറയുന്നു എന്ന് തോന്നുന്നു. അങ്ങെങ്ങനെയാണ് ആ പ്രതികരണത്തെ കാണുന്നത്? പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരുടെയും പങ്കാളിത്തം വളരെ വ്യക്തമായിട്ട് കോടതിയിൽ അവതരിപ്പിച്ച് അതിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹമല്ല, പോലീസും പ്രോസിക്യൂട്ടറും അടങ്ങുന്ന സംഘം വിജയിച്ചു. അത് അവരുടെ വിജയം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമല്ല. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരും ഇതിൽ പങ്കാളികളാണ്. അവരുടെ പങ്ക് സംശയാതീതമായി കോടതിയിൽ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ സൂത്രധാരൻ്റെ കാര്യമാണ് നമ്മൾ വേറെ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മറ്റ് 6 പേരെ സംബന്ധിച്ചിടത്തോളം കുറ്റം തെളിഞ്ഞു. അവർക്ക് ശിക്ഷയും കിട്ടി. ശിക്ഷ കിട്ടിയത് പരമാവധി ശിക്ഷ കിട്ടിയോ മിനിമം ശിക്ഷ കിട്ടിയോ എന്നുള്ള വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും അവർക്ക് ശിക്ഷ കിട്ടി. 20 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവൊന്നുമല്ല. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ടി വിയിൽ ചർച്ചയിൽ പലതും പറയാം. ഇതിനേക്കാൾ കടുത്ത ശിക്ഷ അർഹിച്ചിരുന്നു, ഇതിനേക്കാൾ കൂടിയ ശിക്ഷ അവർക്ക് കിട്ടേണ്ടായിരുന്നു എന്നൊക്കെ പറയാം. നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ 20 കൊല്ലം എന്ന് പറഞ്ഞത് ചെറിയൊരു കാലയളവല്ല. ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പ്രതികളെല്ലാവരും തന്നെ യുവത്വത്തിൽ നിൽക്കുന്നവരാണ്. അവർ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഏതാണ്ട് മധ്യവയസ്സ് പിന്നിട്ടുണ്ടാവും.
മാത്രമല്ല ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ പോകുന്നുണ്ട്, അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്, പ്രതികൾ തന്നെയും സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും ഈ തെളിവുകൾ പുനഃപരിശോധിക്കാൻ നിയമവ്യവസ്ഥകൾ രണ്ടാമത് അതിനെക്കുറിച്ചുള്ള വാദം കേട്ടതിന് ശേഷം യുക്തമായ മറ്റൊരു തീരുമാനത്തിലെത്തുന്നതിന് വേറെ യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ മിനിമം പണിഷ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് അത് മാക്സിമം ആയിട്ടോ ഇതിനേക്കാൾ കൂടിയ പണിഷ്മെൻറ്റായിട്ടോ വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ TP കേസ് തന്നെ നമുക്കറിയാം. വിചാരണ കോടതി ജീവപര്യന്തം വിധിച്ച പ്രതികൾക്ക് ഹൈക്കോടതി അത് ശിക്ഷ വർദ്ധിപ്പിച്ച് 20 കൊല്ലം പരോളില്ലാതെ അല്ല ഇളവില്ലാത്ത ശിക്ഷ വിധിച്ചു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഹൈക്കോടതിക്ക് ഇനിയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഹൈക്കോടതിക്ക് പുനഃപരിശോധിക്കാനും ഉചിതമായ ശിക്ഷ കൊടുക്കാനുമുള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്, അധികാരവുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിണതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെ അറിവിലേക്ക് ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയുക. കേരളത്തെ പിടിച്ചു കുലുക്കിയ നമ്മളെയൊക്കെ ഞെട്ടിച്ച അതിഭയാനകമായ ഒരു കേസായിരുന്നല്ലോ സൂര്യനെല്ലി. അവിടെ കേവലം 16 വയസ്സും 3 മാസവും പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് 40-41 പേർ ചേർന്ന് പീഡിപ്പിച്ച കേസാണ്. അതിൽ പ്രതികൾ കിട്ടിയ ശിക്ഷ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒന്നാം പ്രതി ധർമ്മരാജന് വിചാരണ കോടതി വിധിച്ചത് ജീവപര്യന്തമാണ്. മറ്റ് പ്രതികൾക്ക് വിധിച്ചത് 13 വർഷവും അതിൽ താഴെയുമാണ്. കാരണം അന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം ഈ രീതിയിൽ ഭേദഗതി ചെയ്ത് ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് നിർഭയ കേസിന് ശേഷം ജസ്റ്റിസ് വർമ്മ അധ്യക്ഷനായ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടബലാത്സംഗത്തിനും മറ്റുമൊക്കെ മിനിമം 20 കൊല്ലവും പരമാവധി മരണപര്യന്തം കഠിന തടവുമായിട്ട് നിജപ്പെടുത്തിയത്. അപ്പോൾ അതിനു മുമ്പൊക്കെ ഈ 13 കൊല്ലവും അതിൽ താഴ്ന്ന ശിക്ഷയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 20 കൊല്ലം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല എന്ന് ഇത് കാണുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പിന്നെ കോടതിക്ക് വേറൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. സമീപകാലത്തൊന്നും ചെയ്യുന്നില്ല. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ പല കുറ്റകൃത്യങ്ങൾക്ക് പല ശിക്ഷാ കാലാവധി പറയുന്നുണ്ട്. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിന് 10 കൊല്ലം അല്ലെങ്കിൽ ബലാത്സംഗത്തിന് 20 കൊല്ലം എന്ന് പറയുമ്പോൾ ഈ ശിക്ഷകൾ വെവ്വേറെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അങ്ങനെ പണ്ട് ചെയ്തിരുന്നു. സമീപകാലത്ത് കോടതികൾ ചെയ്യുന്നില്ല. എല്ലാ ശിക്ഷകളും ഒരുമിച്ച് അനുഭവിക്കുന്ന പരിപാടി അത് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുറ്റത്തിനുമുള്ള ശിക്ഷ വെവ്വേറെ അനുഭവിക്കണം. അപ്പോൾ നമ്മുടെ പ്രസിദ്ധനായ ഒരു ഗായകൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ അമേരിക്കയിൽ ഒരു ജയിലിൽ കഴിയുന്നുണ്ട്. കാലിഫോർണിയ സ്റ്റേറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രസിദ്ധനായ ഫാഷൻ മോഡലാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റാരോപണങ്ങൾ 2-3 സ്ത്രീകളുടെ പരാതിയുടെ പേരിൽ അദ്ദേഹത്തിന് 35 കൊല്ലോ 40 കൊല്ലോട്ട് ശിക്ഷ അനുഭവിക്കണം. കാരണം ഓരോ കുറ്റത്തിനുള്ള ശിക്ഷകൾ വെവ്വേറെ അനുഭവിക്കുന്ന പരിപാടി അവിടെയുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ സാധാരണ രീതി. സ്പെയിനിലും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവിടെ വധശിക്ഷയില്ല. അതിന് പകരം മരണപര്യന്തമല്ല, മരിച്ചതിന് ശേഷം അയാളുടെ മൃതദേഹം ഏതാണ്ട് കിടക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടിൽ അത് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോടതികൾക്ക് അതും ആലോചിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കേസുകൾ. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, ഇന്നിപ്പോൾ ഇന്ന് ഈ ശിക്ഷയിൽ വാദം കേൾക്കുന്നതിനിടെ പ്രോസിക്യൂഷനും ജഡ്ജിയും തമ്മിൽ ഉണ്ടാകുന്ന ചില വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകൾ അങ്ങ് ആ വിധി പറയുന്ന സമയത്തൊക്കെ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനിയും ചില വാദങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി അന്വേഷണം ഉണ്ടാകുമോ എന്ന് പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തേത് സമൂഹത്തിന് സന്ദേശം കൊടുക്കണമെന്ന് പറയുമ്പോൾ സമൂഹത്തിന് വേണ്ടി വിധി പറയണമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് രൂക്ഷമായ വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ നിലയ്ക്ക് ഇതിൽ വളരെ വ്യക്തിപരമായ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? അത് ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനകത്ത് ചോദിച്ചത് 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഹിയറിംഗ് ഓൺ സെൻറ്റൻസ് എന്ന് പറയുന്ന ആ അവസരത്തിൽ ജഡ്ജ് ഉന്നയിച്ച ചില ചോദ്യങ്ങളെ സംബന്ധിച്ചാണ്. ഞാനും ജയശങ്കർ സാറും ഒക്കെ കോടതികളിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ വാദിക്കുമ്പോൾ ഞങ്ങൾക്കെതിരായും എതിർഭാഗം വാദിക്കുമ്പോൾ എതിർഭാഗത്തിനെതിരായും ചില ചോദ്യങ്ങൾ കോടതികൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ വളരെ മോശം കമൻസും കോടതിയിലിരുന്ന് പറയാറുണ്ട്. പക്ഷേ പല കേസുകൾക്കകത്തും ജഡ്ജ്മെൻറ്റിനകത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ വാദിക്കുന്ന ആൾക്കെതിരെ അല്ലെങ്കിൽ വാദിക്കുന്ന ആൾക്ക് അനുകൂലമല്ലാത്ത ചില കമൻസ് കോടതികൾ പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് മാത്രം ജഡ്ജ് ബയാസ്ഡ് ആണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ വാദിക്കുന്ന മിക്കവാറും എല്ലാ കേസിനകത്തും നമ്മുടെ കേസ് കേൾക്കുന്ന ജഡ്ജി ബയാസ്ഡ് ആണെന്ന് നമുക്ക് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കോടതിയുടെ മനസ്ഥിതി ഇതാണ് എന്നൊരു സൂചന വാർത്തകളിലായി വരുന്നത്. ശരി, പക്ഷെ ഇത് ഏറെക്കുറെ ഒരു പരിഹാസം പോലെ, ഏറെക്കുറെ ഒരു കുത്തിപ്പറയൽ പോലെ അങ്ങനെയുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ കോടതിയിൽ പോകുന്ന വക്കീലന്മാർ ഞങ്ങളുടെ എല്ലാ കേസുകൾക്കകത്തും മിക്കവാറും കേൾക്കാറുള്ള സംഗതിയാണ്. അതായത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതി അത് അംഗീകരിച്ചു തരുന്ന മട്ടിലായിരിക്കില്ല മിക്കവാറും
99% ജഡ്ജസും ഇരിക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു കളർ സാധാരണഗതിയിലില്ല. മറ്റ് സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇതിൽ ആരോപിക്കുന്നതിൽ എനിക്ക് അതിൻ്റെ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഞങ്ങളിതൊക്കെ ഫേസ് ചെയ്താണ് വക്കീലന്മാരെല്ലാവരും ഓരോ ദിവസവും ഞങ്ങൾ കഴിച്ചു പോകും. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് എന്താ, യഥാർത്ഥ പ്രതി മറ്റെവിടെയോ ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാദങ്ങൾ കോടതിയിലും ഉന്നയിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയില്ലേ എന്ന് സ്വാഭാവികമായി ആരും ചോദിച്ചു പോകും. അപ്പോൾ അതായത് ഇത്രയും ഇൻവെസ്റ്റിഗേഷന് ശേഷവും ഇനി എന്തൊക്കെയോ കണ്ടെത്താനുണ്ട് എന്ന് പറയുന്ന ഒരു തരം പരാമർശം എവിടെ ആര് നടത്തിയിരുന്നാലും അപ്പോൾ അന്വേഷണം തീർന്നില്ലേ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അത് ഈ ജഡ്ജല്ല, അത് ആരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. ശരി, ഓക്കെ. ശ്രീജിത്ത് പെരുമന, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ പറഞ്ഞതുപോലെ 8.5 വർഷക്കാലം നീണ്ട നിയമയുദ്ധമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി എന്ന് പറയുന്നത് ആദ്യത്തെ 6 പ്രതികൾ, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾ, കൂട്ടബലാത്സംഗ കുറ്റം, അതിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ഈ നിരക്ക് ഒരു തീരുമാനത്തിലേക്ക് ഒരു നിയമവ്യവസ്ഥയ്ക്ക് വേണമെങ്കിൽ വളരെ ഒരു ഫാസ്റ്റ് ട്രാക്കിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ്. 8.5 വർഷക്കാലം മറ്റൊന്നും കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതിനെ എങ്ങനെ കാണുന്നു? അത് മോഡറേറ്ററായിട്ടുള്ള മാധുവിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള ഒരു അജ്ഞതയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മോശമായിട്ടൊന്നും എടുക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമുഖമായിട്ട് ചെറിയൊരു കാര്യം സൂചിപ്പിക്കാം. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും നിയമനിർമ്മാണ സഭയിലുള്ള ആളുകളൊക്കെ LLB ഗ്രാജുവേറ്റ്സ് ആണ്. പലരും എൻറോൾ ചെയ്തിട്ടുള്ള ആളുകളാണ്, പലരും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. മിക്കവാറും ആളുകൾക്ക് LLBയും ഉണ്ട്, പല പ്രീമിയർ ലോ കോളേജസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നിയമത്തെ ഇത്ര കണ്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെറ്റായി നിയമ പരിജ്ഞാനം തീരെയില്ലാത്ത നിരക്ഷരരായിട്ടുള്ള ഒരു തരത്തിലുമുള്ള നിയമ ഒരു ബോധം പോലും ഇല്ലാത്ത ആളുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളമെന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ഒരു കുടുംബശ്രീ ചർച്ച അല്ലെങ്കിൽ ഒരു തൊഴിലുറപ്പ് സ്ഥലത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം പിരിയുമ്പോൾ ഒരു ചർച്ച പോലെയാണ് താങ്കൾ ചോദിക്കുന്നത് കണ്ടത്. അത് ഇങ്ങനെ ചോദിച്ചതല്ലേ കോടതിയിൽ നിന്നൊക്കെ? അതൊക്കെ കേവലം ഒരു സാങ്കേതികത്വവും സ്വാഭാവികമായിട്ടും കോടതി ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു കാരണവുമാണ് ഇന്ന് ആ കോടതിയിൽ നടന്നിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ ഇതിനു മുമ്പേ പറഞ്ഞുകൂടെ എന്തിന് ഈ 8 വർഷവും 9 മാസവും ഈ 21 ദിവസം 25 ദിവസമൊക്കെ എടുത്തെന്ന് താങ്കൾ ചോദിച്ചില്ലേ? അത് എടുക്കണമെന്നേ. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഒരു ജുഡീഷ്യൽ അക്കാഡമി പഠിച്ചിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നാളിന്നേ വരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് റിമാർക്ക് ഇല്ലാത്ത ഒരാളാണെന്ന് ഇതിൻ്റെ പ്രിസൈഡിങ് ജഡ്ജ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് ഹണിയം വർഗീസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയശങ്കർ സാറിൻ്റെയൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, അദ്ദേഹമായിട്ട് നേരിട്ട് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം ഇന്ന് ആദ്യമായിട്ട് പലപ്പോഴുമൊക്കെ പല മാധ്യമങ്ങളിലും അദ്ദേഹം ചർച്ച ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ശരിയല്ല, ദിലീപൻ്റെ ബന്ധു കൂടിയാണ്, എനിക്കറിയാം അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്, അദ്ദേഹത്തെ വിട്ടത് ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഇന്ന് അദ്ദേഹം ഈ വേർഡിക്റ്റിനെ, ഈ ജഡ്ജ്മെന്റിനെ, ഈ ക്വാണ്ടം ഓഫ് പണിഷ്മെന്റിനെ വളരെ ഉയർന്ന നിലവാരത്തിൽ തന്നെ പരാമർശിക്കുന്നത് കണ്ടതിൽ വലിയ ഒരു ചാരുതാർത്ഥ്യം ഈ കണ്ട 9 വർഷത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് പറയാതെ പോകാൻ വയ്യ. ഇനി എനിക്കതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിന് നിയമത്തോട് ബഹുമാനവും നിയമത്തിൽ അവഗാഹവും ഇല്ല എന്നങ്ങ് പറഞ്ഞു കളയുമോ എന്ന് ഞാൻ ഒരു വേള ഭയപ്പെട്ടിരുന്നു. എനിക്ക് സന്തോഷം രേഖപ്പെടുത്തുന്നു. തുടർന്നോളൂ. അല്ലല്ല, എനിക്ക് ആരോടൊക്കെ പറയണം ആരോടൊക്കെ പറയണ്ട എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് മാധു. അപ്പൊ അതുകൊണ്ട് കാരണം നമ്മൾ പല ചർച്ചകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 9 വർഷം ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ ആ രീതിയിൽ തിരിച്ചു വിട്ടിട്ടുണ്ട് മാധു. അതുകൊണ്ടാണ് മാധുവിന്റെ തൊട്ടു മുമ്പ് എന്റെ പാനലിസ്റ്റ് ആയിട്ടുള്ള ആളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രോസിക്യൂഷൻ ഒരു വിദ്വേഷം പോലെ അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. വിദ്വേഷം എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. അല്ലല്ല, വിദ്വേഷം എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിച്ചു. എനിക്ക് ശ്രീജിത്ത് പെരുമനയുടെ മനസ്ഥിതി മനസ്സിലാകും, എനിക്ക് വേദന മനസ്സിലാകും. അങ്ങ് പറഞ്ഞോളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചല്ലോ. മാധു, ഞാൻ ഏറ്റവും സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇത്രയും പക്വമായിട്ടുള്ള ഒരു വിധി അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നു, നമുക്ക് ഒക്കെ തെറ്റുപറ്റിയിട്ടുള്ള ഒരുപാട് വിധികളുണ്ട്. സുപ്രീം കോടതി പോലും പല ഘട്ടങ്ങളിലും പല കേസുകളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഉള്ള സമയത്ത് ഒരു വിധി വന്നു. എന്താണ്? ആദ്യത്തെ FIR-ൽ പേര് ചേർക്കാതെ ഉള്ള ഒരു പ്രതിയെ അനുബന്ധ കുറ്റപത്രത്തിൽ പേര് ചേർത്തത് കൊണ്ട് ഒരു മർഡർ കൺവിക്റ്റിനെ, അതായത് ട്രയൽ കോടതി കൺവിക്ട് ചെയ്തിട്ടുള്ള ഒരാളെ സുപ്രീം കോടതി സെറ്റ് ഫ്രീ, വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അഫ്സൽ ഗുരുവിന്റെ കാര്യം എടുത്താൽ പോലും നമ്മുടെ ഇന്റർനാഷണലി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണല്ലോ അഫ്സൽ ഗുരു പാർലമെന്റ് ആക്രമണ കേസിൽ. അതിൽ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടു സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദി സൊസൈറ്റി,
സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ കളക്റ്റീവ് കോൺഷ്യസിനെ, പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ പ്രതിക്ക് വധശിക്ഷ കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് അയാളെ കൊന്ന് കുഴിച്ചു മൂടി അയാളെ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൃതദേഹം ജയിൽ വളപ്പിൽ അജ്ഞാത മൃതദേഹമായിട്ട് കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ പരിഗണന പോലും കൊടുക്കാതെ വന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ പല കോടതികളും വിധികളും വരുന്നത് ഈ കളക്റ്റീവ് കോൺഷ്യസിനെ, പൊതുബോധത്തെ, ആൾക്കൂട്ടബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധു, നിങ്ങളാണ്. അത് ഇന്ന് ഈ കേസിന്റെ ശിക്ഷാവിധി പറയുന്നതിന് മുമ്പ് ഇതിലെ ശിക്ഷയിലുള്ള വാദം കേട്ടതിന് ശേഷം ഉടൻ കോടതി കേട്ടിട്ടുള്ള ഒരു പറ്റം ഹർജികളുണ്ട്, ഒരു പറ്റം അറ്റാച്ച്ഡ് ഹർജികളുണ്ട്. എന്താണത്? ചോദ്യം ചോദിച്ചതിന് ശേഷം ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ അങ്ങേക്ക് തിടുക്കം എന്ന് പറയുന്നത് ഇക്കാലയളവിൽ നടന്ന ജനാധിപത്യപരമായ വേദികളിൽ നടന്ന മുഴുവൻ ചർച്ചകളെയും തള്ളി പറയുക എന്നുള്ളതാണ്. ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിനൊപ്പം തന്നെ അഭിഭാഷകരോടും അതേ ജഡ്ജി തന്നെ പറയുന്നുണ്ട്, നിയമപരിജ്ഞാനം ഇല്ലാത്തവരല്ലല്ലോ അഭിഭാഷകർ. അഭിഭാഷകരെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് അതേ ജഡ്ജി ആ പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. മാധ്യമപ്രവർത്തകരെയും അഭിഭാഷകരെയും ഉൾച്ചേർത്തിട്ടാണ്, നിയമപരിജ്ഞാനം ഇല്ലാത്തവരാണല്ലോ. പിന്നെ അങ്ങ് ഈ കേവലം ഈ പറയുന്ന കുടുംബശ്രീകളിൽ ഒക്കെ എന്ന് ചർച്ച പറയുന്നുണ്ട്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടുകൂടിയാണ്. ഒരു ജഡ്ജി എന്നതിനപ്പുറത്ത് ജഡ്ജ്മെന്റിന് ഉള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ ഈ നാട്ടിൽ നിയമപരിജ്ഞാനം ഉള്ളവർക്ക് മാത്രമല്ല അവകാശം. ആ നിലയ്ക്ക് അങ്ങ് വിശുദ്ധമാക്കി വെക്കരുതേ. ആർട്ടിക്കിൾ 91A പ്രകാരം താങ്കൾക്ക് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ആർട്ടിക്കിൾ 19(2)ലുള്ള എന്താണ് റീസണബിൾ റെസ്ട്രിക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യത്തെ കുറിച്ചും അങ്ങനെ അഭിപ്രായം പറഞ്ഞൊന്നും പോകാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. കോടതിയിൽ പോയി കോടതിയിൽ നിൽക്കുമ്പോഴേ അങ്ങേക്ക് നിങ്ങൾക്ക് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നമുക്ക് ശ്രീജിത്ത് പെരുമന, അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക്. നിങ്ങൾ എന്താ അത്ര വലിയ അല്ലെങ്കിൽ കോർട്ടിടുന്ന അത്ര വലിയ വരേണ്യവർഗമായി പോകുമോ? അല്ലല്ല, അതിനൊരു പടി മുകളിലാണ്. മാധ്യമ പ്രവർത്തകരാണ്. എന്റെ അമ്മോ, മാധുവൊക്കെ നിങ്ങൾ ചാനലുകൾ, മീഡിയകൾ, നിങ്ങൾ പാരലൽ ട്രയൽ നടത്തിക്കളയും. നിങ്ങളെ നിയന്ത്രിക്കാൻ ചർച്ചകളുടെ ഭാഗമായി പങ്കെടുത്തത് പാരലൽ ട്രയലിലാണോ? ശ്രീജിത്ത് പെരുമന അത്തരം ചർച്ചകളിൽ എന്റെ കൂടെ തന്നെ ഇരുന്നിട്ടുള്ളത് പാരലൽ ട്രയലിലായിരുന്നോ? പാരലൽ ട്രയലിലായിരുന്നോ? ബഹിഷ്കരിച്ച് പോവാത്തത് എന്താണ്? പാരലൽ ട്രയലിനെതിരെ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരുന്നത്. ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ കോടതി വിധിയെ കുറിച്ച് പറഞ്ഞില്ലേ? കുടുംബശ്രീ ചർച്ചകളല്ല, കോടതി വിധികൾ കുറച്ചുകൂടെ ഗുരുതരമായിട്ട് സ്വഭാവമുള്ളതാണ്. ഈ 4 തൂണുകളുടെ ഒരു തൂണാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഈ ജുഡീഷ്യറി വിമർശിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു പക്വത നിങ്ങൾ കാണിക്കണം. അതുകൊണ്ടാണ് 1971 കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ 2C എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വകുപ്പ് പറയുന്നത് നിങ്ങൾ സ്കാൻഡലൈസ് ചെയ്യരുത്, നിങ്ങൾ കോടതിയുടെ അതോറിറ്റിയെ ലോവർ ചെയ്യരുത് എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ഫെയർ കമന്റോ ഫെയർ ക്രിറ്റിസിസമോ നടത്തുന്നതിനപ്പുറത്തേക്ക് ഈ ഫെയർ ക്രിറ്റിസിസവും ഫെയർ കമന്റും ജഡ്ജ് തീരുമാനിക്കും, പ്രിസൈഡിംഗ് ജഡ്ജി തീരുമാനിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിന് ഏതെങ്കിലും രീതിയിൽ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ്. ഇന്ന് ജഡ്ജി പറഞ്ഞത് ശരിയാണ്, ഭൂതവും ഭാവിയും ഒക്കെ ശരി. നോക്കൂ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഈ എഡിറ്റോറിയൽ ചെയറിലിരുന്ന് പറയുന്നു, അത്തരം ഭൂതം ഭാവി ചെയ്യാൻ ഇവിടെ ആരും പോയിട്ടില്ല. കണ്ട് ഈ പറയുന്ന മൈക്ക് പ്രിന്റ് ചെയ്ത് ഒട്ടിക്കാൻ കഴിയുന്ന ആര് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പാപഭാരം ഏൽക്കാനും നമുക്കില്ല. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് നിയമപരമായി കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ചർച്ചയിലേക്ക് പോകുന്നില്ല. മാധു ചോദിക്കൂ. വലിയ കഷ്ടപ്പാടാണ് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ. ഞാൻ ആ വിഷയത്തേക്ക് ഞാൻ പോകുന്നത് അല്ലല്ല, പറഞ്ഞോളൂ. മാധു ചോദിക്കും, മാധുവിന് ചോദിക്കും. വേർഡിക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചോദിക്കും. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു. ഞാൻ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എങ്ങനെയാണ് പ്രോസിക്യൂഷന്റെ ഇക്കാലത്തെ പ്രകടനത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു പക്ഷം ചർച്ചകളുടെ ഭാഗമായിരുന്ന ഒരാളല്ലേ? അല്ല, ഞാനൊരു പക്ഷവും പിടിച്ച് ചർച്ച ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഈ ഇന്നത്തെ വിധിയെ ഞാൻ നോക്കിക്കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. 2 അതിജീവിതമാർക്ക് ഇന്ന് നീതി കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ഇതിൽ ഏറ്റവും
ക്രൂവലായിട്ട്, ഏറ്റവും ഹീനമായി, ഏറ്റവും ഹീനിയസ് ക്രൈമിൻ്റെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആ നടിക്ക്, ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് അവൈൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ നിയമപരമായിട്ടുള്ള അവകാശങ്ങളും അവർക്കുണ്ട്. അതിന് സ്റ്റേറ്റ് പിന്തുണയുണ്ട്, നമ്മളെപ്പോലുള്ള ആളുകളുടെ പിന്തുണയുണ്ട്. നിർബന്ധമായിട്ടും സുപ്രീം കോടതിയിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ പോലെ, അതാണ് ഏറ്റവും അവസാനം, അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും, ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകുന്നതിലേക്ക് വരെ പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വലിയ ചാരിതാർത്ഥ്യമുണ്ട് രണ്ടാമത്തെ അതിജീവിത എന്ന് പറയുന്നത്. ഞാൻ കണക്കാക്കുന്നത് ജസ്റ്റിസ് ഹണിയം വർഗീസ്. ജസ്റ്റിസ് ഹണിയം വർഗീസ് ആണ് രണ്ടാമത്തെ. ശരി ശ്രീജിത്ത് പെരുമന, ഞാൻ അങ്ങിലേക്ക് വരാം. അങ്ങേക്ക് തന്നെ അറിയാമല്ലോ അങ്ങയുടെ കൂടെ നീളമേറിയതായിരുന്നു, അതുകൊണ്ട് അങ്ങൊന്ന് വഴങ്ങണം. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീമതി മാളവിക ബിന്നി, ഒരു അതിജീവിതയ്ക്ക് പേരുണ്ട്, മറ്റൊരു അതിജീവിതയ്ക്ക് പേരില്ല എന്നുള്ളതാണ് ആ രണ്ട് അതിജീവിതകൾ തമ്മിലുള്ള വ്യത്യാസം. ഒരാൾക്ക് സ്വന്തം ഐഡന്റിറ്റി മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ. പക്ഷേ ശ്രീജിത്ത് പെരുമനയ്ക്കടക്കം രണ്ടാമത്തെ അതിജീവിത ജസ്റ്റിസ് ഹണിയം വർഗീസ് ആണ് എന്ന് പറയാൻ കഴിയുന്നുണ്ട്. പേര്, അവരുടെ ഐഡന്റിറ്റി, അത് മറച്ചു വെക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നില്ല എന്നയിടത്താണ് രണ്ടുപേരെയും രണ്ടായി തന്നെയും സഹനങ്ങളെ രണ്ടായി തന്നെയും കാണേണ്ടി വരുന്നത്. ശ്രീമതി മാളവിക ബിന്നി, കേൾക്കാമോ? ഞാൻ സാങ്കേതിക പ്രശ്നമുണ്ട്, അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഷാരി, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ മധു. അഡ്വക്കേറ്റ് ഷാരി, ഇപ്പോ ശരിയാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? എനിക്ക് കേൾക്കാം. ശരിയാണ്, ഏറെക്കാലം മാധ്യമങ്ങൾ, പൊതുസമൂഹം ശ്രീജിത്ത് പെരുമന പറഞ്ഞതുപോലെ സ്ത്രീകൾ കൂടിയിരിക്കുന്ന ഇടങ്ങൾ എന്ന നിലയ്ക്ക് കുടുംബശ്രീകളിൽ വരെ ചർച്ചയായിട്ടുള്ളത് ഒരു പൊതുവേദന കൊണ്ടാണ് എന്നതുകൂടി വിചാരിക്കുന്നു. ഞാൻ വ്യക്തിപരമായി തന്നെ വിചാരിക്കുന്നു. ക്ഷമിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പേടിപ്പെടുത്തുന്ന, സാധാരണഗതിയിൽ വിചാരിക്കുമല്ലോ ഒരു പെൺകുട്ടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ്. പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടി, 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടി 5 വർഷക്കാലം 60 പേരാൽ ചൂഷണം ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിൽ. മുന്നോട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രിവിലേജ് ഉള്ള മനുഷ്യന്മാർക്ക്, കേരളം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നടിക്ക് പോലും ഇത് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ എനിക്കും ഇതിൽ നിന്ന് മോചനം ഉണ്ടാകില്ല എന്നൊരു തെറ്റായ സന്ദേശം കിട്ടുന്ന തരത്തിലുള്ള വിധി ഉണ്ടാകരുത് എന്ന് ആശിക്കാൻ പാടില്ലേ? തീർച്ചയായും വളരെ നിരാശാജനകമായ വിധിയാണ് എന്നെപ്പോലുള്ള സ്ത്രീകൾ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ റയറസ്റ്റ് ഓഫ് റയർ ആയിട്ടുള്ളൊരു കേസായിട്ട് ഇതിനെ നമുക്ക് കരുതാം. ബച്ചൻ സിംഗ് വേഴ്സസ് പഞ്ചാബ്, സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള 4 കണ്ടീഷൻസും ഇതിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി ബ്രൂട്ടാലിറ്റി, അതേപോലെ തന്നെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയാണ്. ഈ അതിജീവിതയെ ഏറ്റവും വൾണറബിൾ സിറ്റുവേഷനിൽ എത്തിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് സമൂഹത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. മാധു പറഞ്ഞത് കറക്റ്റാണ്. എല്ലാ സൊസൈറ്റിയിലും, നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ അടിമുടി ഏറ്റവും താഴ്ന്ന ആൾക്കാരിൽ നിന്ന് മുതൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്ക് വരെ എത്തിയൊരു കേസാണത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ ഡോക്ടറിൻ, റയറസ്റ്റ് ഓഫ് റയർ എന്ന ഇതിൽ പെടുത്താവുന്ന കേസുകളുടെ ആ ഡോക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത കേസിൽ പറയുന്ന എല്ലാ കണ്ടീഷനും ഇതിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ പൾസർ സുനി 17 വർഷം അല്ല, ഇനി 12 വർഷം അനുഭവിച്ചാൽ മതി. അയാളുടെ ഏജ് നോക്കി, അതായത് ഒരു പുരുഷൻ്റെ ഏജ് സ്ത്രീയുടെ അന്തസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നതാണോ? അതായത് ഇയാൾ ഒരു 40-50കളിൽ പുറത്തിറങ്ങിയാൽ ഇതേ കുറ്റകൃത്യം ഇതിലും ഭംഗിയായിട്ട് ചെയ്യില്ല എന്ന് നമുക്ക് എന്തൊരുറപ്പാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? നമുക്കത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു വേദനയുണ്ട്, ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. നാളെ ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് ഗവൺമെൻറ് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് എന്തെല്ലാം ആവശ്യങ്ങൾ വരുന്നോ അതെല്ലാം നടത്തിക്കൊടുത്തിട്ടും ഇത്രയധികം തവണ തെളിവ് നശിപ്പിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഒരു ഉന്നതനെതിരെ നമുക്ക് എങ്ങനെയാണ് നാക്ക് പൊക്കാൻ തോന്നുക? നമ്മളുടെ ഭയം ഉള്ളിൽ ഇങ്ങനെ ഈ വിധി വരുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു ഭയമുണ്ട്. ഇനി എനിക്കോ എൻ്റെ ചുറ്റുമുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർക്കോ ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭയം എല്ലാ സ്ത്രീകളിലും ഇതുണ്ടായിട്ടുണ്ട്. സ്ത്രീകളുമായി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർക്കും ഇത് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഈ റയറസ്റ്റ് ഓഫ് റയർ എന്നതിൽ എന്തുകൊണ്ട് ഇത് പെടുത്തിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. 7ഓളം സെക്ഷൻസ് പൾസർ സുനിയിലുണ്ട്. പൾസർ സുനിയുടെ ഏജ് ഞാൻ വായിച്ച പ്രകാരം 37 വയസ്സാണ്.
അപ്പോൾ അയാളുടെ പ്രായം നോക്കേണ്ട കാര്യമുണ്ടോ? അയാളൊരു ടീനേജിലോ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ളോ ഒരാളോ അല്ല. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ആ പ്രായം നോക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും മെച്ചുവേർഡായിട്ട് ഇങ്ങനൊരു, അതായത് ലോകം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കേസാണിത്. ഒരാൾ റേപ്പിന് കൊട്ടേഷൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിജീവിതയെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കേസിനെ എന്തുകൊണ്ടാണ്, ഇതിപ്പോൾ സൂര്യനെല്ലി കേസിൽ പെൺകുട്ടിക്ക് കിട്ടാതെ പോയ അതേ നീതി നിഷേധം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിലുള്ള ആകെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പീൽ പോകാനുള്ള ഒരു അവസരം മാത്രം നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഈ വിധിയിൽ ഞങ്ങളാരും തൃപ്തരല്ല. ശരി, ഞാൻ വരാം. ഡോക്ടർ മാളവിക ബിന്നി, കേൾക്കാമോ? നിർഭാഗ്യകരമാണ്, സാങ്കേതിക പ്രശ്നമാണ്. പെട്ടെന്ന് തിരികെ വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ജയശങ്കർ, ഇപ്പോൾ പൾസർ സുനിയുടെ പ്രായം, പൾസർ സുനിയുടെ അമ്മ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യം, വിജീഷിന് സ്വന്തം വീടിനടുത്തുള്ള ജയിലിൽ തന്നെ വേണമെന്ന കാര്യം, ഇതൊക്കെ പരിഗണിക്കണമെന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ ഈ കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞു എന്നുള്ളത് കൊണ്ട്, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് 20 വർഷം നിയമം അനുശാസിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന നോക്കൂ, അങ്ങേക്ക് വ്യക്തിപരമായി അറിയാവുന്നതായിരിക്കും. ഈ അതിജീവിതയുടെ അച്ഛൻ മരിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒരുപക്ഷെ തുടങ്ങിയ സമയമാണ്. നമുക്ക് 2012 നിർഭയ കേസ് ഓർമ്മയുണ്ടല്ലോ. കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓടുന്ന വാഹനം എന്നുള്ളതാണ്. നിസ്സഹായതയുടെ അങ്ങേയറ്റം എന്ന നിലയ്ക്ക് നോക്കിക്കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് ഈ കാലഘട്ടങ്ങളിലാകെ ആ 2 പെൺകുട്ടികളെയും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ നോക്കൂ, ചെറിയ കുട്ടിയാണെങ്കിൽ ചെറിയ ക്രിമിനൽ ആണെങ്കിൽ, ചെറിയ പ്രായമുള്ള ക്രിമിനൽ ആണെങ്കിൽ ചെറിയ പ്രായമുള്ള ക്രിമിനൽ എന്ന ആനുകൂല്യം, ഇനി 30കളിലാണ് എങ്കിൽ ജീവിതം അവസാനിച്ചു പോകുമല്ലോ എന്ന ആനുകൂല്യം, ഇനി വാർദ്ധക്യത്തിലാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന ആനുകൂല്യം. എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകിയാൽ മതിയാകും? അല്ല, ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നതിന് പറഞ്ഞിട്ടുള്ള ന്യായവാദമൊന്നും ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ ഈ 35 വയസ്സുള്ള ഒരാൾക്ക് എന്തിൻ്റെ പേരിലാണ് ആനുകൂല്യം കൊടുക്കുക? മാത്രമല്ല, പല പ്രതികൾക്കും പല പ്രായമല്ല. ഇവരാരും തന്നെ 17കാരോ 18കാരോ അല്ലെങ്കിൽ 19, 20, 21 വയസ്സുള്ളവരല്ല. ആ പ്രായത്തിലൊക്കെയാണ് അറിവില്ലാത്ത പ്രായത്തിൻ്റെ ഒരു അവിവേകം കൊണ്ട് ചെയ്തു പോയി എന്ന് വേണമെങ്കിൽ പറയും. ഇതങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് മുന്നൊരുക്കത്തോടുകൂടി ഗൂഢാലോചന ചെയ്ത് നടപ്പാക്കിയ സംഭവമാണ്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ആൾ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു എന്ന് കരുതപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടത്ര പര്യാപ്തമായ തെളിവുകളില്ല, അദ്ദേഹത്തെ ഒഴിവാക്കി. അത് നമുക്ക് മനസ്സിലാക്കാം തെളിവിൻ്റെ അഭാവത്തിൽ. ഈ 6 പേർക്കെതിരെ വ്യക്തമായ തെളിവുണ്ട്. മാത്രമല്ല, ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്ത കുറ്റവും കൂടെയുള്ള ആളുകൾ ആ കൂടെ പോയതുകൊണ്ട് അതിൽ പ്രതികളായപ്പെട്ടവരുമല്ല. ഇവർ 6 പേരും വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ഗൂഢാലോചന നടത്തിയ കുറ്റകൃത്യമാണ്. അപ്പോൾ പൊതു ഉദ്ദേശമുണ്ട് 6 പേർക്കും. മാത്രമല്ല, അവരുടെ കുടുംബ പശ്ചാത്തലത്തിലൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇവർ പണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്നവരാണോ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നവരാണോ? ഇതങ്ങനെ സോഷ്യലിസം നടപ്പാക്കാനുള്ള ഒരു വേദിയല്ലല്ലോ കോടതിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള പരിഗണനകളൊന്നും ഈ കേസിൽ കൊടുക്കേണ്ടതില്ല. മാത്രമല്ല, ഇയാൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആരുടെ കുറ്റമല്ല അയാളുടെ അച്ഛൻ മരിച്ചു പോയത്, അല്ലെങ്കിൽ അയാൾ ഇതുവരെ കല്യാണം കഴിക്കാത്തത്. ഇയാളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്. ഇവരാദ്യമായിട്ടൊരു കുറ്റത്തിൽ പെടുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊബേഷണറി ഒഫൻഡേഴ്സ് ആക്ട് ഒന്നും ആപ്ലിക്കബിൾ ആക്കേണ്ട കേസും അല്ല ഇത്. ഇത് വളരെ ഹീനമായൊരു കുറ്റകൃത്യം തെളിഞ്ഞതിന് ശേഷം കോടതിക്ക് വിവേചനാധികാരമുണ്ട്. പക്ഷേ വിവേചനാധികാരം ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. 20 കൊല്ലം ഒരു ചെറിയ ശിക്ഷയല്ലെന്ന് പറയുമ്പോൾ തന്നെ കോടതി ഇവർക്ക് ഇളവ് കൊടുക്കാൻ ഉപയോഗിച്ച കാര്യം, അതിന് പറഞ്ഞ കാരണം സത്യം പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ ബോധ്യപ്പെടുന്ന ഒന്നല്ല. പിന്നെ കോടതിയുടെ വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരത്തിന് മീതെ അപ്പീലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പീലിൽ ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ശരി, അടുത്ത ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, ഇപ്പോൾ ഈ കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നാൽ മാത്രമേ, അതിദീർഘമായ ഒരു വിധിയാകും സ്വാഭാവികമായും, പുറത്തു വന്നാൽ മാത്രമേ എന്താണ് ഈ 8.5 വർഷക്കാലം നടന്നത് എന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരം പൊതുസമൂഹത്തിലേക്ക് എത്തുകയുള്ളൂ. അത് ജഡ്ജി തന്നെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നതാണ്. ഇന്നും പല പ്രതികരണങ്ങൾ വന്നപ്പോൾ ശരിയാണ്, നമുക്ക് ആർക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞതും നമ്മൾ പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നൊന്നും വിചാരിക്കാൻ കഴിയില്ല. ഇതൊരു അടച്ചിട്ട മുറിയിൽ നടന്ന വാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇത് നോക്കൂ, ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഇന്ന് സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത്? സമൂഹത്തിന് നീതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് നിയമ സംവിധാനങ്ങൾ. അതൊരു സാധാരണക്കാരന്റെ ചോദ്യമാണ്. അതിന് പരിഹാരം കാണാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ സംവിധാനം എന്നതൊരു ചോദ്യം തിരിച്ചുണ്ടെങ്കിൽ അത് അജ്ഞതയാണെങ്കിൽ ക്ഷമിക്കൂ. അതായത് സമൂഹത്തിന് വേണ്ടിയാണോ വിധി എന്ന് ചോദിച്ചാൽ നമ്മൾ 1-2 വിധികൾ കുറച്ച് പുറകിലോട്ടും കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. ഇപ്പോൾ ഈ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന്
പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത ഉദയകുമാറിന്റെ കേസിൽ തീർച്ചയായും പറയുന്നതാണ്, പറയാൻ കഴിയുന്ന എല്ലായിടത്തും പറയുന്നതാണ്. ആത്യന്തികമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ബിഷപ്പ് പ്രതിയായിട്ടുള്ള ഒരു കേസിനകത്ത് തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതിക്ക് അദ്ദേഹത്തിന് വെറുതെ വിടേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. ആനുകൂല്യം കണ്ടെത്താനുള്ള ബദ്ധപ്പാടും ശ്രീ ജയശങ്കർ അടക്കം വ്യക്തമായി അറിയാവുന്നതാണ്. അതെ, ജയശങ്കർ സാറിനോട് പറഞ്ഞിരിക്കാൻ ഞാൻ ആളല്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് ചില പാറ്റേണുകളാണ്. അതുപോലെ തന്നെ അഭയ കേസിൻ്റെ വിധിയെപ്പറ്റി 2022 ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് ഹൈക്കോടതി നടത്തിയ ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റ് മുഴുവൻ വായിച്ച ആളാണ് ഞാൻ. ഒരു പ്രതിയെ ഡിസ്ചാർജ് ചെയ്തതും രണ്ടാമത് ആ പ്രതിയുടെ അടക്കം ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഒരു എവിഡൻസ് വെച്ചിട്ട് മറ്റു പ്രതികളെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത പാറ്റേണുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക കേസ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് പിന്നീടുണ്ടായ പരാമർശം ഈ സമീപകാല കേസുകളിൽ കണ്ടുവരുന്നൊരു പാറ്റേൺ. അതായത് ഒന്നുകിൽ അമിത വിശ്വാസം, അല്ലെങ്കിൽ ചില കടന്ന കൈകൾ, കേസുകൾ ഷെയ്പ്പ് ചെയ്യുന്നതിൽ വരുന്ന അപാകത, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പല കേസുകൾക്കകത്തും അത്തരത്തിലുള്ളൊരു ശിക്ഷ കൊടുക്കാൻ ഒരു പക്ഷേ കോടതികൾക്ക് കഴിയുന്നില്ല. ഈ കേസ് പറഞ്ഞ് ജയശങ്കർ സാറ് പിണങ്ങരുത്, ഞാൻ ഈ കേസ് മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്, പൊതുവിൽ ഇതാണ് കണ്ടുവരുന്നത്. അതുപോലെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ പറയുന്നുണ്ട്, റേപ്പ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ കേസിൻ്റെ സംഗതികൾ മുഴുവനായി വായിച്ചിട്ടില്ല. പക്ഷേ അതിൽ റേപ്പ് എന്ന് പറയുന്നത് പുതിയ ഡെഫിനിഷൻ അനുസരിച്ചിട്ടുള്ള സംഗതിയാണോ, അതോ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം അതൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ്. നമ്മളൊക്കെ തന്നെ എന്ത് വിഷയമായാലും അതൊരു ദേഹത്ത് സ്പർശിച്ചതാണെങ്കിൽ പോലും നമുക്കെല്ലാം തന്നെ പ്രതിഷേധമുള്ളതാണ്, അതിനോട് വിരോധമുള്ളതാണ്, പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ളതുമാണ്. പക്ഷേ ആ കേസിലെ ജഡ്ജ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് അതിനകത്ത് നമ്മൾ കാണാത്ത എന്തെങ്കിലും സംഗതി ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും നാളെ ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് ചർച്ച ചെയ്യുന്നതും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ പാറ്റേൺ ഇങ്ങനെയാണ്. അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് നടത്തുന്ന ചില അമിതമായ ആത്മവിശ്വാസം കൊണ്ടുള്ളത്, അതല്ല എന്നുണ്ടെങ്കിൽ ചില വൈറ്റ് വാഷിംഗ്, വിക്ടിമിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുണ്യാളനോ അല്ലെങ്കിൽ ഒരു മാലാഖയോ ആക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചില ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് നടത്തുന്ന ചില സംഗതികളുണ്ട്. പിന്നെ മറ്റൊരു വിഷയം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, അവർ നേരത്തെ തന്നെ ഉറപ്പിക്കുകയാണ് ഇതാണ് സംഭവിച്ചത്, ഇതാണ് പ്രതികൾ, ഇതാണ് സംഭവം. അതിനു വേണ്ടുന്ന എവിഡൻസ് കളക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത്. സത്യസന്ധമായ ഇൻവെസ്റ്റിഗേഷൻ ഒടുവിലാണ് അല്ലെങ്കിൽ അതിനിടയിലാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ടത്. അതല്ലാതെ ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡോടുകൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന തെളിവുകൾ കളക്ട് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും ഒരു ക്രിമിനൽ ട്രയലിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതാണ് പല കേസുകൾക്കകത്തും നമ്മൾ കണ്ടുവരുന്നൊരു പ്രതിഭാസം. അപ്പോൾ മാറേണ്ടത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിൻ്റെയും അതുപോലെ തന്നെ ആ പ്രോസിക്യൂഷൻ്റെയും ഒരു മൈൻഡ് സെറ്റാണ്. കാരണം ഇതുവരെയുള്ള കേസുകൾക്ക് വന്നിട്ടുള്ള പാളിച്ചകളൊക്കെയാണ് പഠന വിഷയമാക്കേണ്ടത്. ഇതൊക്കെ തന്നെ നമ്മൾ ജയിച്ച കേസുകളും ശിക്ഷിച്ച കേസുകളുമാണ് പാഠ്യ വിഷയങ്ങളാക്കുന്നത്. അതങ്ങനെയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഈ കേസിൽ വളരെ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയുണ്ട്. മാഡം നേരത്തെ ചോദിച്ചതുപോലെ ഈ കോടതി ചോദിച്ചു ഇനിയും അന്വേഷണം തീർന്നില്ലേ എന്ന് ചോദിച്ചു. ഇതിനിടയിൽ വന്നൊരു റെവലേഷനുണ്ട്, ബാലചന്ദ്രകുമാറിൻ്റെ റെവലേഷനുണ്ട്. ആ റെവലേഷൻ വരെ പോലീസിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിൽ ഡീറ്റെയിൽഡായിട്ടും തറവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യൽ സ്റ്റേജിൽ നടത്താത്തത് കൊണ്ടാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ തറവാൻ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളും പോലീസിനൊന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അത് വേണ്ട, ഇത്ര സാധനങ്ങൾ മതി, ഇന്ന സംഗതി മതി എന്ന് പറഞ്ഞ് എവിടെയോ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ കോംപ്രമൈസ് ചെയ്തതായിട്ട് എന്നെപ്പോലത്തെ ഒരാൾക്ക് തോന്നും, തെറ്റിദ്ധാരണയാവാം. അപ്പോൾ അത് എൻ്റെ ആ ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ബലപ്പെടുത്തുന്നതാണ് സബ്സിക്വൻ്റായിട്ട് വന്ന ബാലചന്ദ്രകുമാറിൻ്റെ റെവലേഷൻ. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തറോ ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ പ്രാഥമികമായ അവസ്ഥയിൽ തന്നെ ഒരു പക്ഷേ കണ്ടെത്താൻ പറ്റുമായിരുന്നു, എങ്കിൽ കഥ വേറൊന്നാകുമായിരുന്നു. പിന്നെ നമ്മളെല്ലാം കേൾക്കുന്നൊരു പേരുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഒരു മാഡം എന്ന് പറഞ്ഞൊരാൾ. ആ മാഡം എന്ന് പറയുന്നത് ആരാണ് എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ തന്നെ നമ്മൾ ഇവരൊക്കെ കുറ്റക്കാരാണ്, ഇവരെ തൂക്കിക്കൊല്ലണമെന്ന് വാദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നാമം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. അത് ആരാന്ന് അന്വേഷിച്ചു പോയില്ല.
ഒരുപക്ഷെ ഈ പറഞ്ഞ വെറുതെ വിടപ്പെട്ട ദിലീപ് കോൺസ്പിറസിയിൽ പാർട്ടായിരിക്കാം, പക്ഷേ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു കോൺസ്പിറസി ആയിരിക്കില്ല. ആ കോൺസ്പിറസിക്ക് വേറൊരു ആംഗിൾ ഉണ്ടാവാം, ഇതിനിടയിൽ മറ്റൊരാളുണ്ടാവാം, പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് ശരിയോ തെറ്റോ എന്നറിയില്ല. ഈ പേരുകളും ബാലേന്ദ്രകുമാറിൻ്റെ ചില റെവലേഷൻസും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ കോൺസ്പിറസി ഉണ്ടാകാം, ആ കോൺസ്പിറസിയുടെ ആംഗിൾ മറ്റൊന്നായിരിക്കാം. പക്ഷേ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇത് ഇങ്ങനെ മതി എന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം ഫൈനൽ ഔട്ട്കമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ നീതി നിഷേധമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് നമ്മൾ വിളിക്കുന്നു. ശരി, കൃത്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഒരു ക്രിമിനൽ ട്രയലിൽ പൊളിഞ്ഞു പോകുന്നതേ ഉള്ളൂ. കേരള പോലീസിന് ഈ പറയുന്ന FIR എഴുതാൻ, കുറ്റപത്രം സമർപ്പിക്കാനൊക്കെ അസാധ്യമായ ഭാവനാശേഷി ഉണ്ടെന്ന വിമർശനം മുൻപും കേസുകളിൽ ഉണ്ടായിട്ടുള്ളതുമാണ്. ഡോക്ടർ മാളവിക ബിന്നി, കേൾക്കാമോ അങ്ങേക്ക്? ഓക്കെ, ഒരു ഇടവേള എടുത്ത്. ഓക്കെ, ഡോക്ടർ മാളവിക കേൾക്കാമോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ക്ഷമിക്കണം. അടുത്ത ഊഴത്തിൽ അങ്ങയിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടവേള. ശ്രീജിത്ത് പെരുമന, ഈ ട്രയൽ നടക്കുന്ന മുഴുവൻ സമയവും ശരിയാണ്, വലിയ തോതിൽ ഈ വിഷയം കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ കഴിയാതെ പോകേണ്ടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, എനിക്ക് സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാൻ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നത് 2012-ലാണ്. 2012-ൽ ആ ഒരു മാധ്യമ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തിട്ടുള്ള ഈ മാധ്യമപ്രവർത്തനം തുടരാമെന്ന തീരുമാനം തന്നെ ഉണ്ടാകുന്നത് നിർഭയ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ എത്രത്തോളം നീതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിൽ എനിക്ക് സംശയങ്ങളുണ്ട്. ആ നിലയ്ക്കാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ഈ വിഷയത്തെ അടക്കം കാണുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പാടുണ്ടോ? ഇത് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ കേരളത്തിൽ പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ചർച്ചയാക്കി എടുക്കേണ്ട. ഞാൻ ഏതെങ്കിലും രീതിയിൽ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ഒരു ആ രീതിയിൽ ഞാൻ നിരുപാധികം എന്താണ് സോറി ഒരു ഘട്ടത്തിലും ഇത് മാധ്യമം എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ഇത് നിർബന്ധമായിട്ടും ഈ രാജ്യത്ത് വേണമെന്നുള്ളത് ഭരണഘടന പഠിച്ച അഭിഭാഷകനായിട്ട് ഈ 10-15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന നമുക്കറിഞ്ഞുകൂടെ? അത് വേണമെന്നേ. ഈവൻ ദോ അത് ഭരണഘടനയിൽ പ്രസ് എന്നോ മീഡിയ എന്നോ ഒരു വാക്ക് പോലും ഇല്ല. എന്നാൽ പോലും നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പാർലമെന്റ് നിർമ്മിച്ച ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ഏജൻസികളുണ്ട്. നിർബന്ധമായിട്ടും ഓരോ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളുടെ ഭാഗമായിട്ട് നടത്താനും ഒക്കെ സാധ്യതകളുണ്ട്. അത് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് എത്രയോ സംഭവങ്ങൾ അതുപോലെ അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബട്ട് അതിനൊരു ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട്, ഒരു വേലിക്കെട്ടുണ്ട്. അതാണ് 1902 പറഞ്ഞിരിക്കുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻ. നമുക്ക് ആ മാധ്യമ ചർച്ചകളിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഇതിനു മുമ്പ് എൻ്റെ ഒരു ലേഡി പാനലിസ്റ്റ് പറയുന്നത് കേട്ടു, ബച്ചൻ സിംഗ് കേസ്. യെസ്, അതൊരു ലാൻഡ്മാർക്ക് കേസാണ് ബച്ചൻ സിംഗ് കേസ്. ആ ബച്ചൻ സിംഗ് കേസിലാണ് മാധു വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ആളെ കൺവിക്ഷനിലേക്ക് വരുമ്പോൾ അതൊരു ഡെത്ത് പെനാൽറ്റിയോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് അതൊരു 10 വർഷത്തിലോ കൂടുതലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള മാർഗദർശനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കേസാണ് സുപ്രീം കോടതിയുടെ ബച്ചൻ സിംഗ് കേസ്. 1980-ലോ 83-ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് വ്യക്തമല്ല. എന്നാൽ പോലും അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു കേസിൽ ഒരു കൺവിക്ഷനിലേക്ക് വരുമ്പോൾ കോടതികൾ പരിഗണിക്കേണ്ടത് അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ് മാത്രമല്ല, അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് മാത്രമല്ല, അതിൻ്റെ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് കൂടെ പരിഗണിക്കണമെന്നുള്ളത്. ഇന്ന് ഈ ഓപ്പൺ കോടതിയിൽ ഹണിയം വർഗീസ് എന്ന് പറയുന്ന സെഷൻസ് ജഡ്ജ് പറഞ്ഞ അതിൽ രണ്ടും ഉണ്ട്. ഞാൻ ഇതിൻ്റെ അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സും മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സും കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട്. എന്താണ് അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ്? അതായത് എന്താണ് ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇയാൾക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ, അയാൾക്ക് ഇങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ്. ദാറ്റ് ഹാസ് ടു ബി പ്രൂവ്ഡ് ഇൻ കോർട്ട്. കോടതിയിൽ അത് രേഖകളുടെയും തെളിവുകളുടെയും തൊണ്ടികളുടെയും അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യണം, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് അഗ്രിവേറ്റിംഗ് ഫാക്ട്. ആൻഡ് നമ്മൾ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സിനെ കൂടെ സർക്കംസ്റ്റാൻസസിനെ കൂടെ
പരിഗണിച്ചു വേണം ഓരോ വിധിയും ഇത്തരത്തിൽ പറയാനെന്ന് ബച്ചൻ സിംഗ് കേസ് പറയുന്നുണ്ട്. അതാണ് ലാൻഡ് മാർക്ക്, ഇപ്പോഴത്തെ മാർഗനിർദ്ദേശം. എന്താണ് മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ്? മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ ഒരു എക്സ്ട്രീം പണിഷ്മെന്റ് കൊടുക്കാതെ ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമുക്കൊരു കഷ്ടമുള്ളത്, ഒരു നിയമമുള്ളത്. അവസാനം 8-ാം തീയതി ഇതിന്റെ വിധി പറഞ്ഞിട്ടും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടും 12-ാം തീയതിയിലേക്ക് വേണ്ടി ഇത് വെച്ചിട്ടുള്ളത്. അന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, എങ്ങനെയാണുള്ളതെന്നൊക്കെ. അപ്പം ഈ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സിൽ ബച്ചൻ സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഏറ്റവും ആദ്യം പ്രായം, രണ്ടാമത് അവരുടെ സാമൂഹിക പശ്ചാത്തലം, മൂന്നാമത് കുടുംബ പശ്ചാത്തലം, നാലാമത് സാമ്പത്തിക പശ്ചാത്തലം, അഞ്ചാമത് വിദ്യാഭ്യാസ പശ്ചാത്തലം, ആറാമത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കറന്റ് സ്റ്റാറ്റസ്, അതായത് അവരുടെ കുടുംബം ജീവിക്കുന്ന സ്റ്റാറ്റസ്. ഇതൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ പിന്നെ പ്രതിഭാഗം വക്കീലന്മാർ. പ്രതിഭാഗത്തിന് എല്ലാ വക്കീലന്മാരും അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രം കേട്ടിട്ട് കോടതിക്ക് തീരുമാനിക്കേണ്ട. കോടതിക്ക് ഇവരുടെ ഈ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് പരിഗണിക്കണം. ദാറ്റ് ഇസ് എ റൂൾ. പിന്നെ ആ മാഡം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ തെറ്റാണ്. ഈ റയറസ്റ്റ് ഓഫ് ദി റയർ ഡോക്ട്രൈൻ ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ജീവപര്യന്തത്തെ ബാധിക്കുന്നില്ല. ബച്ചൻ സിംഗ് കേസിൽ പറയുന്നുണ്ട്, അതിനുശേഷം സുനിൽ സിംഗ് കേസിലും പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ജീവപര്യന്തം പിന്നെ ആണ് റൂള് എന്ന് പറയുന്നത്. ജീവപര്യന്തം ആണ് റൂള്. ഡെത്ത് പെനാൾട്ടി കൊടുക്കുമ്പോൾ യു ഹാവ് ടു സ്പെസിഫിക്കലി റീസൺ. ഒരു റീസണിങ് വേണം ഈ സെഷൻസ് ജഡ്ജിന്റെ. ഇത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസാണ്. ആ ഡോക്ട്രിൻ ഇതിൽ അപ്ലിക്കബിളേ അല്ല. കാരണം 376D എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരു മാറ്റവും BNS വന്നപ്പോഴും ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും എക്സ്ട്രീം പണിഷ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. BNS 70 ഒരു സബ്സെക്ഷൻ 2 ഉണ്ട്. അതായത് 18 വയസ്സിൽ താഴെയുള്ള ആളുകളെയാണ് ഈ കൂട്ടബലാത്സംഗം ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമേ ഡെത്ത് പെനാൾട്ടി അട്രാക്ട് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതിന് തൊട്ട് ശേഷം സംസാരിച്ച അദ്ദേഹം പാനലിസ്റ്റ് പറഞ്ഞൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. അതായത് ഒരു ബിഷപ്പ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുണ്ടായി. മാധു, അതാണ് ഇവിടുത്തെ പ്രശ്നം. മാധുവിൻ്റെയോ എൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ഇവിടുത്തെ പ്രശ്നം പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റുകളാണ് ഈ പറയുന്ന മുഴുവൻ പ്രോസിക്യൂട്ടർമാരുടെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും. അതിപ്പം ജയസിംഗ് സാർ ഒരു പിന്നെ അഭിഭാഷക സംഘടനയുടെ വലിയ ഭാരവാഹിയാണ്, ഒരു പ്രതിപക്ഷ സംഘടനയുടെ. ഇപ്പോൾ ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ സാറുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഞാനതിവിടെ പറയുന്നില്ല. എന്നാൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ, CPIന്റെ ആളുകൾ, CPMന്റെ ആളുകൾ, മാണിയുടെ ആളുകൾ, ഇവരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആവുന്നത്. അതിൽ ഈ ബിഷപ്പ് കേസ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഫ്രാങ്കോ കേസാണ്. അതിൽ ഫ്രാങ്കോയെ വെറുതെ വിട്ടു, ബിഷപ്പ് ഫ്രാങ്കോയെ. ആ വെറുതെ വിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്തായിരുന്നു? ഒന്ന്, മാതൃഭൂമി ചാനലിലെ പിന്നെ അഭിലാഷ് മോഹന്റെ പിന്നെ ഒരു ഇന്റർവ്യൂ ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം വെറുതെ വിടാനുണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള കാരണം ഒരു നഴ്സിംഗ് ഹോമിലെ, ഒരു ഹോസ്പിറ്റലിലെ രേഖ, അത് അന്ന് പണ്ട് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈ കാർബൺ കോപ്പി വെച്ചിട്ട് ഈ ആശുപത്രി രേഖകൾ എഴുതുന്നത്. ആ ആശുപത്രി രേഖകൾ കാർബൺ കോപ്പി വെച്ചാണ് അന്ന് ഈ കേസ് നടന്നപ്പോൾ എഴുതിയത്. പിന്നീട് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് മുകളിൽ എഴുതിയ സാധനങ്ങൾ ഫോർജറി ചെയ്തിട്ട് തിരുത്തി വ്യാജരേഖ കൊണ്ടേ സമർപ്പിച്ചു. പക്ഷേ ഡിഫൻസ് എന്ത് ചെയ്തു? രാമൻപിള്ള സാർ എന്ത് ചെയ്തു? അതിന്റെ ഒറിജിനൽ കാർബൺ കോപ്പി കോടതിയിൽ ഹാജരാക്കിയിട്ട് പറഞ്ഞു ഇതാണ് അന്ന് എഴുതിയത്, ഇതിന്റെ മുകളിൽ എഴുതിയ സാധനം ഇന്നയല്ല എന്നുള്ളത്. അപ്പം ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ അതിജീവിതമാർക്ക് നീതി നിഷേധിക്കുന്നതിന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത് ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടാകുന്ന ലാപ്സസ് ആണ്. പോലീസിന്റെ ലാപ്സസ് ആണ്, പോലീസിന്റെ താല്പര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷന്റെ വലിയൊരു പരാജയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം മുടക്കാൻ കാശും B രാമൻപിള്ളയും ഉണ്ടെങ്കിൽ എന്തും ഏത് ക്രിമിനലിനും ഊരിപ്പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നത് കണ്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. വക്കീലന്മാർക്ക് തന്നെ ഒരേ നിയമത്തിലും ഒരേ കേസിലും 2 അഭിപ്രായമാണ്. വാദം അങ്ങനെ തുടരട്ടെ, ഞാൻ വരാം. അഡ്വക്കേറ്റ് ഡോക്ടർ മാളവിക ബിന്നി കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഡോക്ടർ മാളവിക ബിന്നി, ഈ പൾസർ സുനിയുടെ പ്രായവുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിലും കോടതി നടത്തിയ ഒരു കാരണങ്ങൾ, അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ നേരത്തെ പറഞ്ഞത് അങ്ങ് കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ കൂട്ടബലാത്സംഗ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണനകളാണ് അതിൽ ഏറ്റവും കുറവ്. നിയമം നിഷ്കർഷിക്കുന്ന, അതും പുതുക്കിയ നിയമം നിഷ്കർഷിക്കുന്ന ഏറ്റവും ചെറിയ കുറ്റം, ഏറ്റവും ചെറിയ ശിക്ഷാവിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സന്ദേശം, എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദേശം ഏറ്റവും കുറഞ്ഞത് അറിയപ്പെടാത്ത അതിജീവിതകൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നിയമം?
അതെ, അതിവിടെ നടപ്പിലാക്കിയിട്ടില്ലെന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ എനിക്ക് ഇടയ്ക്ക് ടെക്നിക്കൽ ഇഷ്യൂ വന്നു. ഞാൻ കേട്ടിടത്തോളം വീണ്ടും വീണ്ടും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു 20 വർഷം ഒരു വലിയ കാലയളവാണ്. ഇന്ന് ഇവർ തിരിച്ചൊരു ചോദ്യം ഇവരോട് ചോദിച്ചോട്ടെ, എത്ര വർഷമാണ് ഒരു റേപ്പ് ട്രോമ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത്? 10 വയസ്സിലും 12 വയസ്സിലും ആക്രമിക്കപ്പെടുന്ന കുട്ടികളോട് നിങ്ങൾ 50 വയസ്സിൽ അവരെത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സിൽ എത്തിക്കഴിയുമ്പോൾ ചോദിച്ചാൽ അപ്പോഴും അവർ ആ ട്രോമ അനുഭവിക്കുന്നുണ്ടാകും. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 20 വർഷം എത്ര തുച്ഛമായിട്ടുള്ള, അതും ഇതിന് താഴെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ഏറ്റവും മിനിമം ആയിട്ടുള്ള ശിക്ഷാവിധിയാണ്. ആ ശിക്ഷാവിധി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഇത് നമ്മുടെ ചോദിക്കേണ്ട, ഞാൻ കേട്ടതാണ് മാധ്യമങ്ങളിലൂടെ. എന്താണ്, സൊസൈറ്റിക്ക് വേണ്ടി അല്ലല്ലോ വിധി കൊടുക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ആസ് എ ഹിസ്റ്റോറിയൻ ഞാൻ പറയാണ്, കോർട്ടാണെങ്കിലും ഇവിടുത്തെ പോലീസ് ആണെങ്കിലും ഇതെല്ലാം നിലനിൽക്കുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിന്റെ ബേസിസിലാണ്. നമ്മൾ ഗവൺമെന്റിന്റെ കരമടയ്ക്കുന്നതും ഈ നീതിന്യായ വ്യവസ്ഥയെല്ലാം നിലനിൽക്കുന്നതിന്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ വയലന്റ് ആകാതിരിക്കാനാണ്. ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ പോയി ആ കുറ്റത്തിന് വേണ്ടി മറ്റൊരാളെ തല്ലേണ്ട ആവശ്യമില്ല. ആ നീതി എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് മറ്റൊരു വ്യവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ആ റൈറ്റ് ടു വയലൻസ് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സഹജമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് എവല്യൂഷനിന്റെ ഭാഗമായിട്ട് കിട്ടിയ ആ റൈറ്റ് ടു വയലൻസ് നമ്മൾ സ്റ്റേറ്റിന് കൊടുക്കുന്നത്. സ്റ്റേറ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഈ ലോ സിസ്റ്റത്തിന് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വത്തും മനുഷ്യന്റെ ഡിഗ്നിറ്റിയും മനുഷ്യന്റെ ബോഡിയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം, ഈ വ്യവസ്ഥകളെല്ലാം തന്നെ നിലനിൽക്കുന്നതിന് സാമൂഹ്യമായ ഒരു തലമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊരു ലീഗൽ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഇപ്പം ഞാൻ LLM-നൊക്കെ ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ ഇതവർക്ക് അറിയാത്തതല്ല. ഇതൊരു എന്താണ്, നിയമത്തിന്റെ അത്രയും ഒരു ലെവലിൽ ഇരിക്കുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഓരോ വിധിക്കും അതിൻ്റെ ഒരു സോഷ്യൽ ആയിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് എത്ര അധികമാണ് ഇവിടെയുള്ളൊരു ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ഒരു ഐഡിയയെ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു ഐഡിയയെ പുറകോട്ട് വലിച്ചത് എന്ന് വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്. 2, എനിക്കിതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു മറ്റു രീതിയിൽ പ്രതികരിച്ചേ മതിയാകുകയുള്ളൂ എന്ന്. അതായത് ഇനി പല രീതിയിലുള്ള ബഹിഷ്കരണങ്ങൾ വഴി, സോഷ്യൽ മീഡിയ വഴിയുള്ള തുറന്നു പറച്ചിലുകൾ വഴി, ഇതിലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇതിപ്പം മലയാളത്തിലുള്ള ഒരു പ്രമുഖ നടിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും പാർശ്വവൽക്കരിക്കപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്. അപ്പൊ ഇവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുന്ന ആയിരക്കണക്കിന്. അതാണ് ഡോക്ടർ മാളവിക ബിന്നി ഞാൻ ചോദിച്ചത്. അറിയപ്പെടാത്ത അതിജീവിതകൾ ഏറെയുണ്ടല്ലോ. ഇപ്പോ റേപ്പ് കേസ്, പോക്സോ കേസൊക്കെ പ്രതികാര ബുദ്ധി കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന റേപ്പ് കേസുകൾ, അതിന്റെ ട്രോമ, അതിന്റെ വയലൻസ്, അതൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് അവർക്കെങ്കിലും മിനിമം ഈ സന്ദേശം എത്തണ്ടേ, നിയമം കൂടെയുണ്ട് എന്നൊരു സന്ദേശം. അതെ, അതിന് കിട്ടിയ ഒരു വലിയ ഗ്ലോറിയസ് ചാൻസ് ആണ് ഇത് ഇല്ലാതാക്കിയിരിക്കുന്നത്. 1. 2, ഈ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിലും ശരി, ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും ഇവർക്ക് നമുക്ക് തന്നെത്താനേ തോന്നണ്ടേ നമുക്കൊരു സുരക്ഷയുണ്ട് എന്നുള്ളത്. നമുക്ക് ഇനിയിപ്പം ഒരാൾക്ക് ഒരു കോടതി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഈ 8 വർഷം ഈ ലോങ് ഡിലേ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ എന്തൊരു കൈൻഡ് ഓഫ് വിശ്വാസമാണ് ഉള്ളത്. ഇത് പരിഗണിക്കാതെ പോയല്ലോ എന്നുള്ളതിലുള്ള ഒരു വലിയ വിഷമമുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഇതിൻ്റെ റിപ്പർക്കഷൻ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള ഫലം വരാൻ പോകുന്നത് ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിനായിരിക്കും എന്നും കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഒരു കാര്യം ആലോചിക്കണം. ഇത്രയും നാള് ഇത് നീണ്ടു നിന്നു. ഇതിൽ നമുക്ക് നേരത്തെ ഇവിടെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ നമുക്ക് പ്രോസിക്യൂഷനെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനെയോ ഇങ്ങനെ മാറി മാറി പഴി പറയുമ്പോഴും നമ്മുടെ മുന്നിൽ ഇന്നും ആൻസർ ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ കോൺസ്പിറസി ഉണ്ട് എന്ന് പറയുന്നു, അതിൽ എന്താണ് ഗൂഢാലോചന ചെയ്തവർ ഇല്ലാത്ത ഗൂഢാലോചനയുണ്ട്. ഇതിലൊരു CFS റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. ഹാഷ് വാല്യൂ മാറിയതിന്റെ ക്വസ്റ്റ്യൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാത്ത ഒരാൾ ആ പർട്ടിക്കുലർ ദിവസം പോയി ഒരു ഹോസ്പിറ്റലിൽ കിടന്നതിന് ഒരു കള്ളരേഖ ഉണ്ടാക്കിയത്
എന്നുള്ള ചോദ്യം, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. കാരണം 8 വർഷമായിട്ടും ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരുടെ മുന്നിൽ ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആ വിശ്വാസ്യത, നമുക്ക് നിയമത്തിലുള്ള വിശ്വാസ്യതയാണ് നമ്മളൊരു ഡെമോക്രസി ആയിട്ട്, ഒരു റിപ്പബ്ലിക് ആയിട്ട് പിടിച്ചു നിർത്തുന്നത്. ആ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ നമ്മൾ വലിയ രീതിയിൽ ഇപ്പം നമ്മൾ തന്നെ നിർഭയ പോലൊരു വലിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ നിരവധി നൂറുകണക്കിന് മനുഷ്യർ, ഞാൻ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മനുഷ്യർ തെരുവേദികളിൽ ഇറങ്ങും നമ്മൾ കണ്ടു. പക്ഷെ അത് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ പോലൊരു കമ്മീഷൻ വന്ന് നമുക്ക് നീതിന്യായത്തിലുള്ള വിശ്വാസം അത് തിരികെ കൊണ്ടുവന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ ആ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു മെഷേഴ്സ് വന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു, എന്നോടൊപ്പം സംസാരിച്ച എനിക്ക് തോന്നുന്നു ഡസൻ കണക്കിന് മെസ്സേജുകൾ കഴിഞ്ഞ ദിവസം തൊട്ട് വരുന്നുണ്ട്. അതിലെല്ലാം തന്നെ സ്ത്രീകളും വളരെ യങ്ങായിട്ടുള്ള ഒരു 16 വയസ്സ് തൊട്ടുള്ള കുട്ടികളും പറയുന്നത് ഞങ്ങൾക്കിനി സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് സംഭവിക്കും. ആ ചോദ്യം അതിജീവിതയും അവരുടെ ഏറ്റവും അടുത്ത ആളുകളോട് ചോദിച്ചതാണ്, ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന ഒരു ചോദ്യം. നോക്കൂ, ഒരു റേപ്പ് ട്രയൽ നടക്കുകയാണ്, ഈ ദൃശ്യങ്ങൾ ശരിയാണ്, അടച്ചിട്ട കോടതി മുറിയിലാണ്, ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആണ്, ഇതൊക്കെ പറയാം. പക്ഷെ എത്ര പേർ ഏറ്റവും സ്വകാര്യമായ ദൃശ്യങ്ങൾ ഈ വാദിക്കുന്നവർക്ക്, പ്രതികൾക്ക് ഈ കോടതി മുറിയിൽ ഇതൊന്നും പോരാതെ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ 3 തവണ അനധികൃതമായി പരിശോധിക്കപ്പെടുന്നു. അത് ആ പെൺകുട്ടി അറിയുന്നുണ്ട്. അതവർ സഹിക്കാൻ തയ്യാറാകുന്നത് നീതി കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. സ്വന്തം ഏറ്റവും സ്വകാര്യമായ കാര്യം ഈ വിസ്താരവേളയിൽ അത് പരിശോധിക്കപ്പെടും, അത് ക്രിമിനൽ ബുദ്ധിയോടെ പരിശോധിക്കപ്പെടും, അല്ലെങ്കിൽ ക്രിമിനൽ നിയമബുദ്ധിയോടെ പരിശോധിക്കപ്പെടും എന്നതുപോലും അവർ അതിജീവിച്ചത് എന്നെങ്കിലും എപ്പോഴെങ്കിലും കിട്ടും എന്ന ഒരു നീതിയുടെ പ്രത്യാശ കൊണ്ടാണ് എന്നതുകൂടി ഓർക്കുക നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ഷാരി വിശ്വനാഥ്, ഇപ്പോൾ കോടതിയിലും നടക്കുന്നത് ഇത് തന്നെയാണ്. ഒരേ കേസും ഒരേ ജഡ്ജ്മെന്റും ഒരേ തരത്തിലുള്ള റെഫറൻസും ഒക്കെയാണ് എങ്കിലും നിങ്ങൾ അഭിഭാഷകർ ഇങ്ങനെ ചേരിതിരിഞ്ഞ് അത് അനുകൂലമാകുന്നത് പ്രതികൾക്കാണ്, അനുകൂലമാകുന്നത് വാദികൾക്കാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് പോവുക. നിയമം എന്ന് പറയുന്നത് ആർക്കൊപ്പമാണ് നിൽക്കുക? നിയമം നീതിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അതാണ് ആത്യന്തികമായി വേണ്ട കാര്യം. അത് തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ വിധിയും നമ്മൾക്ക് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിയമം നിലനിൽക്കേണ്ടത് നീതിക്ക് വേണ്ടിയിട്ടാണ്. ഈ നീതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമാണ്. നേരത്തെ മാളവിക പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഞങ്ങളെ കാത്തുകൊള്ളും, ഞങ്ങൾ ആർക്കും വേണ്ടി ആയുധമെടുക്കേണ്ടതില്ല എന്ന ഒരു ഉറപ്പുവരുത്തലാണ് നമുക്ക് കോടതികൾ വഴി കിട്ടേണ്ടത്, അല്ലെങ്കിൽ ജുഡീഷ്യറി വഴി കിട്ടേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല എവിഡൻസസും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന വകുപ്പിൽപ്പെട്ട് പൈസ ഉള്ളവർ അങ്ങനെയുള്ളവരൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് സൈഡിൽ നിൽക്കുന്ന ആരാണോ ബലഹീനരായിരിക്കുന്നവർ അവർ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് നൽകപ്പെട്ടിട്ടും നമ്മൾ ഈ കാര്യത്തിൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ മുഴുവൻ സമൂഹവും പുറത്തിറങ്ങി നിന്ന് പ്രതിഷേധിക്കുകയും സോഷ്യൽ മീഡിയ വഴി പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമർപ്പിക്കുന്ന തെളിവുകളുടെ അഭാവമാണ് കോടതികൾ പലപ്പോഴും ഈ തരത്തിൽ ബിഹേവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിൽ നേരത്തെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വക്കീലും കുറച്ച് കാശുമുണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു മെസ്സേജ് നമ്മളുടെ ജുഡീഷ്യറിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ മോട്ടീവിനെ കുറിച്ചും എങ്ങനെയാണ് ഒരു സിനിമ സെറ്റിൽ വണ്ടി ഓടിച്ച് നടന്നിരുന്ന ഒരു ഡ്രൈവർ കൂട്ടാളികളെയും കൂട്ടി ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ഈ കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണെന്ന് നമ്മുടെ പ്രോസിക്യൂഷന് അതിൽ തെളിയിക്കാൻ പറ്റുന്നില്ല. അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രതി ദിലീപിൻ്റെ മൊബൈലോ അല്ലെങ്കിൽ മറ്റ് ഏത് പ്രതിയെയും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അവരുടെ മൊബൈലും കൂടെ എടുക്കും. നമുക്കറിയാം, വഴി കൂടെ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ എന്തിനു പറയുന്നു, ബൈക്കിൽ 3 ആൾ വെച്ച് പോകുന്ന കുട്ടികളുടെ പോലും മൊബൈൽ പിടിച്ചു വാങ്ങിക്കാൻ വലിയ മടിയൊന്നുമില്ല. പക്ഷെ സെലിബ്രിറ്റീസ് ആവുമ്പോൾ ഇതിൽ നമുക്ക് ബലഹീനത, അവരിൽ നിന്ന് തെളിവുകൾ എടുക്കുന്നില്ല, മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടിൽ കടക്കാൻ ഗേറ്റ് തുറന്ന് കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടിട്ട് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ പ്രോസിക്യൂഷൻ്റെ കയ്യിൽ അതിനെതിരെ കൊണ്ടുവരേണ്ട സംഗതികളൊന്നും ഇല്ലാതെ പോകുന്നതാണ്. അപ്പോൾ മുഴുവനായും കോടതിയെ പറയാൻ പറ്റില്ല. അതേസമയം
എപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഇതിൽ തന്നെയാണ്. നീതിക്ക് വേണ്ടി നിലനിൽക്കേണ്ടുന്ന നിയമം അത് തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടി തന്നെയാണ്. സമൂഹത്തിനും കൊടുക്കേണ്ടുന്ന, സ്റ്റേറ്റ് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം, സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ, സ്റ്റേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ആ സെക്യൂരിറ്റി ഒക്കെയാണ് ഇപ്പോൾ ഈ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ആ വിധി പകർപ്പിന് വേണ്ടി തന്നെയാണ്. കേരളം 8.5 വർഷക്കാലം കാത്തുനിന്ന കേസിന്റെ വിധിയുടെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത്. ഏറെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട് അതിൽ എന്നാണ് ഇന്ന് ജഡ്ജി അടക്കം പറഞ്ഞത്. ആ മറുപടിക്ക് കാത്തിരിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.